ഹായ് ഹലോ എല്ലാവർക്കും എസ്മറാൾഡയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി മീൻ മുളകിട്ടതാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മീൻ കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. ഇതിലൊഴിച്ച എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും ചെറുതായി അരിഞ്ഞെടുത്ത ഉള്ളിയാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കണ്ട ഉള്ളിയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് ശരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ തന്നെ വേണം. അതുകൊണ്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്തൊക്കെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ്. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മസാലപ്പൊടികളാണ്. ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ട. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാല തക്കാളിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എല്ലാം ഇളക്കി നോക്കാം. അടിയെ പിടിക്കാതെ ഒന്ന് എല്ലാം ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ്. നമ്മളിവിടെ നേരത്തെ തക്കാളി ചേർത്തിട്ടുണ്ട്. അതിനാൽ പുളിവെള്ളം വളരെ കുറച്ച് മാത്രം മതിയാകും. ഞാനിവിടെ ഏകദേശം 1/2 കപ്പോളം പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പുളിവെള്ളവും തക്കാളി ഈ ഗ്രേവി എല്ലാം കൂടി ഒന്ന് ടൈറ്റായിട്ട് തിക്കായിട്ട് വരണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മത്തി. ഇനി അതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മത്തി ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ മത്തി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ മീനൊക്കെ ഇവിടെ ഈ ഗ്രേവിയിലെത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഈ മീൻ കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോവാതെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ്. നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.